നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടാറോ റീഡിംഗ്, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണെ വിട്ടുപോകുമോ? ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ പെട്ടുപോയ ആളുകൾക്കറിയാം എന്തുമാത്രം വേദനാജനകമാണ് ആ ഒരു സാഹചര്യം എന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. അല്പം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ തേർഡ് പാർട്ടി എന്നത് ഒരു ക്ലിങ്ങി എനർജിയാണ്. അതായത് അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകില്ല, വിട്ടുപോകില്ല. വളരെ ടൈറ്റായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്, ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും അവർ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. 2 ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് അവരൊരു പ്ലാനിങ് സ്റ്റേജിലാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എനർജി. ആലോചിക്കുകയാണ് എന്തെല്ലാം വേണം, എങ്ങനെ ഈ ഒരു പേഴ്സണെ പിടിച്ചു നിർത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡാണ്. ഈ ഒരു ചില കാർഡുകൾ നമുക്ക് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം പുറത്ത് കാണിക്കാൻ പറ്റില്ല, ഐ എം സോറി. ഈ ഒരു സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടിക്ക് ശരിക്കും ഹോപ്പുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു നിൽക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ശരിക്കും അവരുടെ ഹോപ്പ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കുന്നു. പ്രതീക്ഷയുണ്ട് ഇപ്പോഴും, ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് സ്വന്തമാകും എന്ന ഒരു എനർജി. ഏസ് ഓഫ് വാണ്ട്സ് അതുപോലെ തന്നെ 2 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഒരു സ്ട്രോങ് ഫിസിക്കൽ റൊമാൻറ്റിക് അട്രാക്ഷനെയാണ്. പാഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷനെ സൂചിപ്പിക്കുന്നു. അവർ തമ്മിലുള്ളൊരു ബോണ്ടെന്ന് പറയുന്നത് കുറച്ച് ഡീപ്പാണ്. 5 ഓഫ് വാണ്ട്സ് കാർഡ് പറയുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിലും അവർ തമ്മിൽ ഇടയ്ക്കിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു അസൂയ, ജലസി, കോമ്പറ്റീഷൻ, മത്സരം, ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയിൽ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം. അത് തേർഡ് പാർട്ടിക്ക് ശരിക്കും ഒരു തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് മനസ്സിലാക്കി സകല അടവുകളും പ്രയോഗിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സാമം, വേദം, ദാനം, ഇതെല്ലാം തന്നെ നോക്കി ഒരു നയപരമായിട്ട് ദേഷ്യവും സംശയവും എല്ലാം തന്നെ മനസ്സിലടക്കി പിടിച്ച് അവരൊരു പുറമോടിയിൽ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം അവരുടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ല. അതിനു വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് കുറച്ച് താഴ്ന്നു കൊടുക്കാനും അവർ തയ്യാറാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയൊക്കെ ശ്രമിച്ചെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആ ഒരു വികാരം എന്നത് ഒരുപാട് നാളൊന്നും അവർക്ക് അങ്ങനെ അടക്കി പിടിക്കാൻ പറ്റില്ല. ഒരു സ്ട്രോങ് ഫിസിക്കൽ റൊമാൻറ്റിക് അട്രാക്ഷനായിട്ട് കാണിക്കുന്ന ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകത്തില്ല എന്ന് വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നു. കാരണം ഇതൊരു കംപ്ലീഷനായേ പറ്റുള്ളൂ. തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ പരിധി വിട്ട് പെരുമാറിയെന്ന് വരും. അവർ തമ്മിൽ ഭാവിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ ഇത് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ദ എംപറർ കാർഡ് ഒരു വളരെ പവറുള്ള ഒരു കാർഡാണ്. ഫൈനൽ ഡിസിഷൻ മസ്കുലിൻ എനർജിയുടെ കയ്യിലാണ് എന്ന് കാണിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ കൺട്രോൾ എടുക്കേണ്ടത്. സത്യം എന്നത് തേർഡ് പാർട്ടി സ്വയം പിന്മാറാൻ പോകുന്ന ഒരു എനർജിയല്ല. എങ്ങനെയും അവർ പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കും. പക്ഷേ കോൺഫ്ലിക്റ്റ് കൂടും, അവർക്കിടയിലുള്ള തർക്കങ്ങൾ കൂടും. പോകെ ഈഗോ ക്ലാഷസ് എല്ലാം തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് കാണിക്കുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ എൻഡിങ് പോസിബിൾ ആകണമെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും എംപറർ എനർജിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഒരു ക്ലിയർ ഡിസിഷൻ എടുത്ത് ശരിക്കും ബൗണ്ടറീസ് ഒക്കെ സെറ്റായി അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അധികകാലം. ഈ ഒരു റീഡിങ്ങിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഡബിൾ കാർഡാണ്. ഒരു ടോക്സിക് അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ ഒബ്സഷൻ, ഫിസിക്കൽ ഡിസയർ, കാർമിക് ലെസൺ, അഡിക്ഷൻ ലൈക്ക് ബോണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇതൊരു ഹെൽത്തി പീസ്ഫുൾ ലവ് എനർജിയേ അല്ല. ഇത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പുൾ ആൻഡ് പുഷ്. അതുപോലെ തന്നെ ബ്രേക്കപ്പ് വരുന്നു, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മേക്കപ്പ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. സെയിം പാറ്റേൺ തന്നെ അവരുടെ ആ റിലേഷൻഷിപ്പിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്നു. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് 2 പക്ഷവും വിടാൻ ഭയപ്പെടുന്നു. അറ്റാച്ച്മെൻ്റ് ആണ് ബൈൻഡിങ് ഫാക്ടറായിട്ട് കാണിക്കുന്നത്. ലവ് മാത്രമല്ല, ഈഗോ, ഡിസയർ, ഡിപ്പെൻഡൻസി, ഇതെല്ലാം തന്നെ ഈ ഒരു 2 പക്ഷവും നിങ്ങളുടെ വ്യക്തിക്കുണ്ടെന്ന് കാണിക്കുന്നു. ഈ ഒരു ഔട്ട്കം എനർജിയിൽ ഡബിൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ ഇല്ല എങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ തുടരും. മറിച്ച് നിങ്ങളുടെ വ്യക്തി എംപറർ എനർജി ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ചെയിൻ ബ്രേക്കായി പൊക്കോളും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെന്ന വ്യക്തി ശരിക്കും സ്റ്റാർ എനർജി ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയുള്ള ഹീലിംഗ് ആയിട്ടുള്ള ഡിവൈൻ അലൈൻമെൻ്റ് ആണ് ആവശ്യം. ഈ അവർ തമ്മിലുള്ള ആ ഒരു ഡബിൾ സൈക്കിളിൽ കുടുങ്ങി നിൽക്കേണ്ടത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി അല്ല. ശരിക്കും ഇതിനകത്ത് പെട്ടുകിടക്കുന്നത് നിങ്ങളായിരിക്കാം. എന്നെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയെ വിട്ട് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള ഒരു ചോദ്യവുമായി
വർഷങ്ങളോളം വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ. നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്നത് തേർഡ് പാർട്ടി വിട്ടു പോകുമോ എന്നതിൽ ഉപരി നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ടോക്സിക് ബോണ്ടൊക്കെ വിട്ട് അവർ സ്വയം ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നതാണ് അറിയേണ്ടത്. അതിലാണ് ശരിക്കും നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ കീ ഉള്ളത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ഒരു കാർമിക് കണക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ വ്യക്തി അതിനകത്തുനിന്നും ശരിക്കും പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമാണ് ആ ഒരു സോളിന് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ശരിക്കും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബറേഷൻ കിട്ടുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി വിട്ടുപോകും എന്ന ആശ്വാസമാണ്. പക്ഷേ കാർഡുകൾ പറയുന്നത് അവർ വിട്ടുപോകും, പക്ഷേ അതത്ര സിമ്പിൾ അല്ല എന്ന് കാണിക്കുന്നു. അതൊരു ഹാർട്ട് കണക്ഷൻ പോലെയൊക്കെ തോന്നുമെങ്കിൽ തന്നെയും ശരിക്കും അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കൺട്രോൾ പാറ്റേൺ ഒക്കെയാണ്. നിങ്ങളുടെ വ്യക്തിയെ അവർ ശരിക്കും ഫ്രീഡം കൊടുക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയി ഇനഫ് എന്ന് പറയാതെ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ആകില്ല. നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ശരിക്കും അത് ആ ഒരു എനർജിയിലേക്ക് പോകുന്നതിൻ്റെ കുറ്റബോധം അത് വേറെ ഉണ്ട്. എന്നാൽ വിട്ടുകളയാൻ അവർക്ക് പറ്റുന്നതുമില്ല. നിങ്ങൾ രണ്ടു കൂട്ടരെയും അങ്ങനെ കംപ്ലീറ്റ്ലി വിടാനൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് കഴിയുന്നില്ല. മെൻ്റലി റെഡിയല്ല. ഒരു സേഫ് ഓപ്ഷൻ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ആൻഡ് ഫൈറ്റിംഗ് മൂഡിലാണ്. നിങ്ങൾക്കിത് ഒരു അവേക്കനിങ് ഫേസ് ആണ്. ചെയിൻ ബ്രേക്ക് ചെയ്യേണ്ടത് അവരാണോ നിങ്ങളാണോ എന്നുള്ളതാണ് ഡെസ്റ്റിനി ടേൺ എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ലവ് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജിയും വന്നിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. തേർഡ് പേഴ്സണായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, ഉപദേശങ്ങൾ കൊടുത്ത് വഴിതെറ്റിക്കുന്ന ചില സുഹൃത്തുക്കളായിരിക്കാം, ചിലർക്കിത് മൂന്നാമതൊരു പേഴ്സൺ തന്നെ ആയിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വിലപ്പെട്ട ആ ഒരു സ്നേഹം, അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ സമയങ്ങൾ, അവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നല്ല നല്ല ഓപ്ഷനുകൾ, ഇതിനൊന്നും തന്നെ യാതൊരു വിലയും കൊടുക്കാതെയാണ് അവർ ഇപ്പോഴും ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയുടെ പുറകെ ദയവായി ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. അവരുടെ ആ ഒരു കർമ്മ പൂർത്തിയാകാതെ, യൂണിവേഴ്സ് കൊടുക്കുന്ന പാഠങ്ങളൊന്നും പഠിക്കാതെ അവർക്കൊരിക്കലും മനസ്സിലാകില്ല നിങ്ങളുടെ സ്നേഹം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ച് പാസ്റ്റിൽ സംഭവിച്ച പല പല കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു പ്രസൻറ്റിലേക്ക് വരാതെ പാസ്റ്റിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. സ്നേഹം കൊടുത്ത് വേദന വിലയ്ക്ക് വാങ്ങിയവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ദയവായി പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്ക് വരിക. ഈ ഒരു പ്രസൻറ്റ് മാത്രമാണ് നമുക്ക് മുമ്പിൽ തിരുത്താൻ കിട്ടുന്ന ഏക നിമിഷം എന്ന് പറയുന്നത്. പാസ്റ്റിൽ പോയി തിരുത്താൻ ഡിവൈന് പോലും സാധിക്കില്ല. അതുകൊണ്ട് പ്രസൻറ്റിലേക്ക് വരിക. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് അത് മനസ്സിലാക്കി സ്വയം തിരുത്തി ജീവിതത്തെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുപോവുക. എന്നെങ്കിലും ഒരിക്കൽ തെറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വന്നാൽ അതൊരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പഠനം പകുതി വഴിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കുക. നല്ല മികച്ച ഒരു കരിയർ കണ്ടെത്തി അതിൻ്റെ ഗ്രോത്തിനായി പ്രയത്നിക്കുക. അവർ മാത്രമാണ് നിങ്ങളുടെ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നിടത്തു നിന്നും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അവരെ കാത്തിരിക്കുന്ന ആ ഒരു എനർജി അവിടെ നിന്നും വിഡ്രോ ചെയ്ത് ശരിക്കും നിങ്ങളുടെ കരിയറിലേക്കും ഫ്യൂച്ചറിലേക്കും ആ ഒരു എനർജി വിനിയോഗിക്കുക. ഒരുപാട് വിഷമിച്ച സ്റ്റക്കായി പോയ നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ മടങ്ങി വരവ് എന്നത് ശരിക്കും ഒരു ഡിവൈൻ ടൈമിൽ നടന്നിരിക്കും. ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ദ മാക്സിമം എഫേർട്ട് അതിന് കൊടുക്കുക. അതിലൂടെ മികച്ച ഒരു ഫ്യൂച്ചർ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദയവായി ഡിവൈന് മുമ്പിൽ അത് സറണ്ടർ ചെയ്യുക. ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കാൻ അതൊന്നേ ഉള്ളൂ മാർഗം. തുടർന്നുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനായി ദിവസേനയുള്ള ടാരോട്ട് ഗൈഡൻസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൈഡൻസ് ആകാൻ ഈ ഒരു വീഡിയോ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു നിർണായക തീരുമാനം എടുക്കുന്ന ഒരു ഘട്ടമാണ് ഇതെങ്കിൽ അത് കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരിക്കും ഒരു പേഴ്സണൽ റീഡിംഗ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ മാത്രം എനർജി ഉൾക്കൊള്ളുന്ന ഒരു റീഡിംഗ് ആകുമ്പോൾ ശരിക്കും അത് നിങ്ങൾക്ക് ഹൈലി റെസൊണേറ്റഡ് ആയിരിക്കും. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗൈഡൻസിന് അത് നിങ്ങളെ സഹായിക്കും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി
നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ വിശേഷപ്പെട്ട പ്രാർത്ഥനകളിൽ എല്ലാം തന്നെ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരാനും അതോടൊപ്പം തന്നെ സന്തോഷവും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.